കേരള സർവകലാശാലയിലെ ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗം അയോഗ്യനാകും. ഡോക്ടർ വിനോദ് കുമാർ ടി.ജി. നായരാണ് അയോഗ്യനാകുക. JNTBGRIയിൽ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കിയതാണ് തിരിച്ചടിയായത്. അടിസ്ഥാന യോഗ്യതയില്ലെന്ന് തെളിഞ്ഞതിനാലാണ് വിനോദ് കുമാറിന്റെ നിയമനം റദ്ദാക്കിയത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എങ്ങനെയാണ് വിനോദ് കുമാർ അയോഗ്യനായത്? ജവഹർലാൽ നെഹ്റു ബോട്ടാനിക്കൽ ഗാർഡനിൽ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നേരത്തെ TG വിനോദ് കുമാറിന് നിയമനം നൽകിയിരുന്നു. ഇത് ശരിയായ യോഗ്യതയല്ല എന്ന് കാണിച്ച് ആണ് ഇപ്പോൾ അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരിക്കുന്നത്. അടിസ്ഥാന യോഗ്യത ഇല്ല എന്ന തെളിഞ്ഞതിലാണ് നിയമനം റദ്ദാക്കിയത് എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ആയുർവേദത്തിൽ ബിരുദം മാത്രമാണ് ഡോക്ടർ വിനോദ് കുമാറിന്റെ യോഗ്യതയായുള്ളത്. ഇത് മറികടന്നാണ് പ്രിൻസിപ്പൽ റിസർച്ച് സ്കോളറായി അദ്ദേഹത്തിന് നിയമനം നടത്തിയിരുന്നത്. ഇത് യോഗ്യത ഇല്ല എന്ന് കണക്കാക്കിയ ശേഷമാണ് ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഉള്ള യോഗ്യത ഇല്ലാതാകുന്നതുകൂടി സിൻഡിക്കേറ്റ് അംഗം എന്ന യോഗ്യതയും അദ്ദേഹത്തിന് നഷ്ടപ്പെടും. സിൻഡിക്കേറ്റ് അംഗം എന്ന സ്ഥാനവും നഷ്ടപ്പെടും. വിപിൻ വിജയന്റെ ജാതിയധിഷ്ഠ പരാതിയിൽ ഡോക്ടർ CN വിജയകുമാരിക്ക് അനുകൂലമായി രംഗത്തെത്തുകയും ഒപ്പം തന്നെ SFI പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടാവുകയും ജാതിയധിഷ്ഠ പരാമർശം നടത്തിയതിൽ വലിയ തരത്തിലുള്ള വിവാദവും വിനോദ് കുമാറിനെതിരെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള യോഗ്യത കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്.